UAEക്ക് നേരെ ഇന്നും ഇറാൻ ആക്രമണം. രാജ്യത്തിന് നേരെ വന്ന മിസൈലുകളും ഡ്രോണുകളും വിജയകരമായി തടഞ്ഞതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ഭീഷണികളെ നേരിടാൻ തങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി പ്രതികരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അതത് രാജ്യങ്ങളിലെ ഔദ്യോഗിക ഏജൻസികൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ആവേശമില്ല, ഊഹാപോഹങ്ങളില്ല, തികച്ചും ആധികാരികമായ വാർത്തകൾ മാത്രം. അടുത്ത 24 മണിക്കൂറിൽ എന്തും സംഭവിക്കാം. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും വെടിനിർത്തൽ കരാർ അംഗീകരിക്കാനും ഇറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അമേരിക്കയും ഇസ്രായേലും കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. നിശ്ചയിച്ച സമയപരിധിക്ക് തൊട്ടു മുമ്പ് ടെഹ്റാൻ തൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യണമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഇനി ഒരിക്കലും ഉപയോഗിക്കാനാവാത്ത വിധം ഇറാനിലെ എല്ലാ വൈദ്യുത നിലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുമെന്നാണ് ട്രംപിൻ്റെ പ്രതിജ്ഞ. യുദ്ധം 39-ാം ദിവസം ഫോസ്ഫറസ് യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലി സൈന്യം തെക്കൻ അയനാറ്റ പട്ടണത്തിന് നേരെ ഷെല്ലാക്രമണം നടത്തിയതായി ലെബനന്റെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ചാണ് അത്യന്തം വിനാശകരമായ ഫോസ്ഫറസ് കണികകൾ വിക്ഷേപിച്ചുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം. ഇസ്രായേൽ ഇറാനിലെ ഷിറാസിലെ പെട്രോ കെമിക്കൽ കോംപ്ലക്സും ആക്രമിച്ചു. പ്ലാന്റിന് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. ടെഹ്റാന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള അൽബോസ് പ്രവിശ്യയെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടു, 24 പേർക്ക് പരിക്കേറ്റു. ടെഹ്റാനിൽ നിരവധി വ്യോമാക്രമണങ്ങൾ നടന്നതായാണ് റിപ്പോർട്ട്. റെയിൽവേ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ഉടൻ തന്നെ ഗതാഗത ശൃംഖലകളെ കൂടി ലക്ഷ്യം വെച്ചേക്കാമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഭീഷണികളെ തുടർന്ന് ഇറാനിൽ റെയിൽ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. ആക്രമണങ്ങൾ തുടർന്നാൽ വിനാശകരമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാനും ശക്തമായ തിരിച്ചടി തുടരുകയാണ്. തുടർച്ചയായ ആക്രമണത്തിൽ 133 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 127 പേരുടെ നില ഗുരുതരമാണെന്നാണ് ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. സൗദി അറേബ്യയെയും ബഹ്റൈനെയും ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച പാതയാണ് ഇന്ന് വീണ്ടും വാഹനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്തത്. സൗദി അറേബ്യയെയും ബഹ്റൈനെയും ബന്ധിപ്പിക്കുന്ന 25 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലങ്ങളുടെ ഒരു പരമ്പരയെയാണ് കിങ് ഫഹദ് കോസ്വേ എന്ന് വിളിക്കുന്നത്. സൗദിയിൽ വീണ്ടും ഇറാൻ ആക്രമണം. കിഴക്കൻ മേഖലയിലേക്ക് വിക്ഷേപിച്ച 7 ബാലിസ്റ്റിക് മിസൈലുകൾ തടഞ്ഞു നിർത്തി നശിപ്പിച്ചതായും മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ഊർജ്ജ പ്ലാന്റുകളുടെ സമീപത്ത് പതിച്ചതായും പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി അറിയിച്ചു. സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ജുബൈൽ വ്യവസായ നഗരത്തിലുള്ള ഒരു പെട്രോ കെമിക്കൽ സമുച്ചയം ഇറാനിയൻ സൈന്യം ആക്രമിച്ചതായി ഇറാന്റെ ഫാസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ധനക്ഷാമം കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കുന്നു. യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിമാന കമ്പനികൾ വിമാനങ്ങൾ റദ്ദാക്കുകയും നിരക്കുകൾ ഉയർത്തുകയും റൂട്ടുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നതായാണ് റിപ്പോർട്ട്. ഇറാനെതിരായ US ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട എണ്ണ വിതരണത്തിലെ കുത്തനെയുള്ള ഇടിവാണ് പ്രതിസന്ധിക്ക് കാരണം. EV ചാർജിംഗ് ഷാർജയിൽ പുതിയ നിയമം. മുൻകൂർ അനുമതിയില്ലാതെ EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതോ പ്രവർത്തിപ്പിക്കുന്നതോ നിരോധിക്കുന്നതാണ് പുതിയ നിയമം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് 10,000 ദിർഹവും അംഗീകൃത സുരക്ഷാ സാങ്കേതിക മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് 5,000 ദിർഹം വരെയും പിഴ ചുമത്തും. ഈ നിയമം ഫ്രീ സോണുകൾ ഉൾപ്പെടെ ഷാർജയിലെ എല്ലാ മേഖലകളിലും ബാധകമാണ്. ഷാർജയിലെ തീപിടുത്ത കാരണം തീപ്പൊരികൾ. ഷാർജ വ്യവസായ മേഖല 10-ൽ വെയർഹൌസിൽ ഇന്നലെയുണ്ടായ വൻ തീപിടുത്തത്തിന് കാരണം മെറ്റൽ ടൂളുകളിൽ വെൽഡിംഗ് ജോലികൾ ചെയ്യവേ തെറിച്ച തീപ്പൊരികളാണെന്നാണ് അധികൃതർ അറിയിച്ചത്. വെൽഡിംഗ് ജോലികൾക്കിടെ സമീപത്തുണ്ടായിരുന്ന തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളിലേക്ക് തീപ്പൊരികൾ വീണാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. റാസൽ കൈമയിൽ കൊല്ലം സ്വദേശി അന്തരിച്ചു. കടയ്ക്കൽ കുമ്മിൾ പണയിൽ വീട്ടിൽ ബദറുദ്ദീൻ യാക്കൂബാണ് മരിച്ചത്. 73 വയസ്സായിരുന്നു. ദുബായ് ഡമാക്കിൽസിലെ എംപോറിയ സ്പോർട്സ് അക്കാദമിയിൽ നടക്കുന്ന സേഫ് കെയർ മുഖ്യ പ്രായോജകരായ D2 കേരള പ്രീമിയർ ലീഗിൽ ഇന്ന് രാത്രി ചിന്നാർ ചീറ്റാസ് ഷോഡയാർ ഷോഗൺസുമായി ഏറ്റുമുട്ടും. ചാനൽ 5+ ആണ് D2 കേരള പ്രീമിയർ ലീഗിൻ്റെ ചാനൽ പാർട്ട്ണർ.